ഹായ് എവ്രി വൺ, ക്യൂബിറ്റ് അക്കാദമിയുടെ SSC റെയിൽവേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആതിര. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിയുടെ ഒരു 30ഓളം വരുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ GDയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നോക്കുകയാണ്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബയോളജി സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എമംഗ് ദ ഫോളോയിങ് ഡാഷ് ഈസ് എ ഫുഡ് ക്രോപ്പ്. ഇവിടെ കുറച്ച് ക്രോപ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഫുഡ് ക്രോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് നോക്കൂ: ജൂട്ട്, കോട്ടൺ, റൈസ്, റബ്ബർ. ഈ ജൂട്ട്, കോട്ടൺ, റബ്ബർ ഇത് മൂന്നും എന്താണ്? കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ്. ഇതിൽ ഫുഡ് ക്രോപ്പായിട്ട് വരുന്നത് ഏതാണ്? റൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 റൈസ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which technology is used by doctors to advise his patient to sitting at a distance of thousands of kilometers from them? Okay, ഈ ക്വസ്റ്റ്യൻ്റെ ഒന്ന് മീനിങ് പറയാം. ഏത് ടെക്നോളജിയാണ് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? എങ്ങനെ ഡോക്ടേഴ്സുമായിട്ട് അടുത്തടുത്ത് ഇരിക്കാതെ ഇങ്ങനെ ഡയറക്റ്റ് കൺസൾട്ടിങ് ഇല്ലാതെ ദൂരെ നിന്ന് ഡോക്ടേഴ്സിന് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ പോലെയുള്ള പാൻഡമിക്കിൻ്റെ സമയങ്ങളിൽ നമ്മൾ ഡോക്ടേഴ്സിനെ ഡയറക്റ്റ് കൺസൾട്ടിങ്ങിന് നമുക്ക് ഒരിക്കലും അവൈലബിൾ അല്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ടെലിമെഡിസിൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ദൂരെ ഇരുന്നും നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടേഴ്സിനെ നമുക്ക് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ത്രൂ ഓൺലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസൾട്ടിങ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഹൗ ഈസ് ദ വെജിറ്റേഷൻ അഫക്റ്റഡ് ബൈ കൺസ്ട്രക്ഷൻ ഓഫ് ലാർജ് ഡാംസ്? ലാർജ് ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയങ്ങളിൽ അവിടെയുള്ള വെജിറ്റേഷൻസ്, ആ ഒരു റിവറിൽ ഉണ്ടാകുന്ന വെജിറ്റേഷൻസിനൊക്കെ എന്തൊക്കെ തരം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്? അതെങ്ങനെ വെജിറ്റേഷനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴയിലോ റിവറിലൊക്കെ എന്തായിട്ടുണ്ടാവും? അവിടെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും, അല്ലേ? അവിടെ എനറോബിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവുക, ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ സബ്മേർജ്ഡ് ആയിട്ടുള്ള വെജിറ്റേഷൻസ് മുഴുവൻ എന്താവാൻ തുടങ്ങും? റോട്ടൺ ആവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ കേട് വരാൻ തുടങ്ങും, ചീഞ്ഞു പോവാന്ന് പറയില്ലേ, അങ്ങനെ ആവാൻ തുടങ്ങും. അപ്പോൾ എന്തുണ്ടാകും? അവരുടെ ഉള്ളിൽ നിന്ന്, ആ സബ്മേർജ്ഡ് ആയിട്ടുള്ള വെജിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ഗ്യാസ് പുറത്തേക്ക് വരും. ഈ മീഥെയ്ൻ എന്നാണ് ആ ഗ്യാസിൻ്റെ പേര്. അതൊരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. അപ്പം ഈ ഒരു ഗ്യാസ് പുറത്തേക്ക് വരികയും അവർക്ക് എന്താ, അതൊരു ദോഷകരമായിട്ടാണ് അവരെ ബാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് നോഡ്യൂൾസ് ടു പ്രൊഡ്യൂസ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോഡ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയുന്നു. അത് തെറ്റാണ്. വെജിറ്റേഷൻ ഗിവ് റൈസ് ടു ഓക്സിജൻ അണ്ടർ എയറോബിക് കണ്ടീഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും എയറോബിക് കണ്ടീഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ദ ഗ്രോത്ത് ഓഫ് ഫംഗസസ് എലോട്ട്. ഇതും തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ സബ്മേർജ്ഡ് വെജിറ്റേഷൻ റോഡ്സ് അണ്ടർ എനറോബിക് കണ്ടീഷൻ ആൻഡ് ഗേവ് റൈസ് ടു ലാർജ് എമൗണ്ട് ഓഫ് മീഥെയ്ൻ വിച്ച് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഓക്സിജൻ ഇല്ല. അപ്പോൾ എനറോബിക് കണ്ടീഷനിൽ എന്തുണ്ടാകുന്നു? അവിടുത്തെ വെജിറ്റേഷൻ റോട്ടൺ ആവാൻ തുടങ്ങുന്നു. അപ്പോൾ ലാർജ് എമൗണ്ട് ഈ മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഷീസ് ദാറ്റ് ഡാഷ് എ ബെയർ ഏരിയ കോൾഡ് പോയിനീർ സ്പീഷീസ്. അത് നമുക്ക് എന്താണ് ഈ പോയിനീർ സ്പീഷീസ് എന്ന് നോക്കാം. പോയിനീർ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയിലേക്ക്, ഒരു ബെയർ ആയിട്ടുള്ള ഏരിയയിലേക്ക്, ഒഴിഞ്ഞ പ്രദേശത്തേക്ക്, ഒരു എന്താ പറയുക, ജീവിവർഗ്ഗങ്ങളോ ഗ്രാസോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടം കൂടി ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആദ്യം എത്തുന്ന ജീവികളെ അല്ലെങ്കിൽ സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിനീർ സ്പീഷീസ് എന്ന് പറയുന്നത്. അത് അവിടെ എത്തിച്ചേരാണ്, ആദ്യമായിട്ട് കൂട്ടം കൂടി അവിടേക്ക് എത്തിച്ചേരുന്ന, ഒരു ബെയർ ഏരിയയിലേക്ക് എത്തിച്ചേരുന്ന സ്പീഷീസിനെയാണ് നമ്മൾ പോയിനീർ സ്പീഷീസ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നോക്കൂ. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇൻവേഡ്, 2 അവോയ്ഡ്, സ്റ്റേ ഇൻ, ലീവ്. നോക്കൂ, ഇതിൻ്റെ ഇൻവേഡിൻ്റെ മീനിങ് എന്താ? കയറിപ്പറ്റുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും? എന്തായാലും അവോയ്ഡ് അല്ല, അതേപോലെ സ്റ്റേ ഇന്നുമല്ല, ലീവുമല്ല. എന്താണ് ഇതിൻ്റെ ഓപ്ഷനിൽ വരുന്ന ശരിയായ ഉത്തരം? ഇൻവേഡാണ്, അല്ലേ? ഒരു കൂട്ടമായിട്ട് കയറിപ്പറ്റുക, അതിനെയാണ് ഇൻവേഡ് പറയുക. അങ്ങനെ കയറിപ്പറ്റുന്ന ജീവികളെയാണ്, സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിനീർ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ,
വാട്ട് കംസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫുഡ് ഗൈഡ് പിരമിഡ്? ഫുഡ് ഗൈഡ് പിരമിഡിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് എന്താ ഫുഡ് ഗൈഡ് പിരമിഡ് നോക്കാം. ഫുഡ് ഗൈഡ് പിരമിഡിൽ പിരമിഡാണ്, ഇതിൻ്റെ ബേസിലുണ്ടാകും. ഓക്കെ, ഫുഡ് ഗൈഡ് പിരമിഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. ഫസ്റ്റ് നമ്മൾ വരുന്നത് സിറിയൽസ്, ഓക്കെ, ബ്രെഡ്, പിന്നെ റൈസ്, പാസ്ത, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഫസ്റ്റ് ബോട്ടം ലെവലിൽ വരുന്നത്. ഇനി രണ്ടാമത്തേൽ വരികയാണെങ്കിൽ വെജിറ്റബിൾസ് വരും, ഫ്രൂട്ട്സ് വരും. ഇനി മൂന്നാമത്തെ ലെവലിൽ വരുവാണെങ്കിൽ എന്തൊക്കെ വരും? നമ്മുടെ മീറ്റ്, മിൽക്ക്, ഇതെല്ലാം എന്ത് വരുന്നു? എഗ്ഗ്, ഇതെല്ലാം എന്ത് വരുന്നു? മൂന്നാമത്തെ ലെവലിൽ വരുന്നു. ഇനി ഏറ്റവും മുകളിലത്തെ ലെവലിൽ വരികയാണെങ്കിൽ അവിടെ വരുന്നതാണ് ഫാറ്റ്സ്, ഓയിൽ ആൻഡ് ഷുഗർ. ലാസ്റ്റ് ലെവലിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫാറ്റ്സ്, ഓയിൽ, ഷുഗർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? നോക്കൂ, ടോപ്പ് ഓഫ് ദ ഫുഡ് പിരമിഡ് ഏതാണ്? ഫാറ്റ്സ്, ഓയിൽ, ഷുഗർ. ഈ ഓപ്ഷനിൽ ഫാറ്റ്സും ഷുഗറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഫാറ്റ്സ് ആൻഡ് ഷുഗർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സെലക്ട് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിമൽ ആയിക്കോട്ടെ, എന്തായിക്കഴിഞ്ഞാലും അവ ജീർണിച്ചു പോകും. ഈ ജീർണിക്കുന്നതിനെയാണ് ഡീകമ്പോസിഷൻ പറയുക. ഡീകേ ചെയ്യുന്നതിനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 സ്റ്റെപ്പുകളാണ് മെയിനായിട്ട് ഡീകമ്പോസിഷൻ ഉള്ളത്. 5 സ്റ്റെപ്പുകൾ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ എന്താ? ഇപ്പോൾ ഒരു ജീർണിക്കാൻ തുടങ്ങുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ ആയിക്കോട്ടെ, അത് മണ്ണിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സംഭവിക്കുന്നത് എന്താ? ഇതിൻ്റെ ശരീരം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചറിൽ ആ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് എല്ലാം മാറിയിട്ട് ചെറിയ 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 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്ന ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇവിടെ ഫ്രാഗ്മെൻറ്റേഷനാണ് വരുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി രണ്ടാമത് വരുന്നതായിക്കോട്ടെ ലീച്ചിങ്. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഫ്രാഗ്മെൻ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രാഗ്മെൻ്റ് ആവുന്നതിനൊപ്പം തന്നെ രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? ഈ പ്ലാന്റ്സിലായിക്കോട്ടെ ആനിമൽസിലായിക്കോട്ടെ ഡീകേ ചെയ്യുന്ന വസ്തുവിൽ നിന്നും ന്യൂട്രിയൻസ് വേർപ്പെടും അല്ലേ? ഈ ന്യൂട്രിയൻസ് വേർപ്പെടുന്നത് എങ്ങോട്ടൊക്കെയാണ്? വാട്ടറിലേക്ക് അല്ലെങ്കിൽ സോയിലിലേക്ക്. അങ്ങനെ ഇതിൻ്റെ ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് വാട്ടറിലേക്കും സോയിലിലേക്കും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് കാറ്റബോളിസം. മൂന്നാമത്തേത് ഏതാണ്? കാറ്റബോളിസം. ഈ കാറ്റബോളിസത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാകും അല്ലേ? ഈ മോളിക്യൂൾസ് എന്താകും? ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസും ന്യൂട്രിയൻസും ഒക്കെ ആയിരിക്കും. ഇതൊക്കെ എന്താകും? സിമ്പിൾ ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റബോളിസം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഹ്യൂമിഫിക്കേഷൻ. ഈ ഹ്യൂമിഫിക്കേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതിൻ്റെ ന്യൂട്രിയൻസും മോളിക്യൂൾസും എല്ലാം കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസും ഇനോർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ ആയിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാറുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ഹ്യൂമസ് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ആ സോയിലിൽ ഉണ്ടാവുന്നുണ്ട്. സോയിലൊരു ഡിസ്കളറേഷൻ വരും, ഒരു ഡാർക്ക് കളർ ലെയർ പോലെ, അല്ലെങ്കിൽ ആ സോയിലിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ട് ഒരു ഡാർക്ക് കളർ സ്ട്രക്ചറാണ് അവിടെ ഹ്യൂമസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമസ് അവിടെ ഫോം ചെയ്യുന്നതിനെ, ഈ ഒരു ബ്ലാക്ക് കളർ ഒരു ലെയർ അവിടെ ഫോം ചെയ്യുന്നതിനാണ് ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജിൽ എന്താ ഉണ്ടാവുന്നത്? ഹ്യൂമിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഇനി അഞ്ചാമത്തെ പ്രോസസ്സിൽ വരുന്നതാണ് മിനറലൈസേഷൻ. എന്താണ് മിനറലൈസേഷൻ? ഈ മിനറലൈസേഷൻ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടെ എന്തൊക്കെയുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഈ കോമ്പൗണ്ടുകളാണ് ഈ മിനറലൈസേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ഈ കോമ്പൗണ്ടുകളൊക്കെ സെപ്പറേറ്റ് മോളിക്യൂൾസ് മിനറൽസ് ആകുമ്പോൾ എന്താണ്? ചെടികൾക്കും അതുപോലെ മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോമ്പൗണ്ടുകളെ ഈസിലി അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അഞ്ചാമത്തെ പ്രോസസ്സാണ് മിനറലൈസേഷൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണെന്നാണ്. അപ്പോൾ ഏതാണ്? ലീച്ചിങ് ആണ് ഇതിലെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ആൻസർ ലീച്ചിങ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be considered as a health infrastructure indicator? താഴെ പറയുന്നവയിലെ ഏതാണ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്റർ ആയിട്ട് പരിഗണിക്കപ്പെടാത്തത്? എന്താണ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ? ഓരോ രാജ്യത്തിനും അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ നിലവാരം എന്താണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്റർ. അവർക്ക് എത്രത്തോളം അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്, ആ രാജ്യത്തെ ആൾക്കാർക്ക് എത്രത്തോളം അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്, അവർക്ക് എത്രത്തോളം അവർ ന്യൂട്രീഷ്യൻലി അവർ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്, ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്റർ ഓരോ രാജ്യത്തും നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷനിൽ ആദ്യം പറയുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി. മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന മരണങ്ങൾ. ആ സമയത്തുള്ള മരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്ററിനെ കണക്കിൽ പെടുന്നുണ്ട്. ഇനി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ശിശുക്കളുടെ മരണനിരക്ക്, അതും എന്താണ്? നമ്മുടെ ആരോഗ്യത്തിൻ്റെ കണ്ടീഷനെ ബാധിക്കുന്നതാണ്. ഇനി ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്, അതും എന്താണ്? ഇതിലൊരു കണ്ടീഷൻ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ലിവിങ്, ഈ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് ആൻസർ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പെടും. നമ്മുടെ ആരോഗ്യം എന്ന് മാത്രമല്ല, മൊത്തത്തിലുള്ള ജീവിത നിലവാരം മുഴുവൻ, നമ്മൾ അടയ്ക്കുന്ന ടാക്സ്, നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, ഫേർണിച്ചേഴ്സ് എല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ലിവിങ്. അങ്ങനെ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് പറയാതെ നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത സാഹചര്യത്തിനെ മുഴുവനായിട്ട് പറയുന്നതും അവിടെ ചെലവഴിക്കുന്ന തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്ററിൽ വരാത്ത ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ വേസ്റ്റ് വി ജനറേറ്റ് ഈസ് ഡാഷ്. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ, രണ്ട് നോൺ ബയോഡിഗ്രേഡബിൾ. ഈ ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു അത് പുറത്തേക്ക് ഇട്ടു, അതെന്താ? മണ്ണിൽ കിടക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും? ആ മണ്ണിലുള്ള ബാക്ടീരിയകൾ അതിനെന്ത് ചെയ്യും? നശിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? പൊല്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പം അത് തനിയെ തന്നെ ആ മണ്ണിൽ കിടന്ന് അത് ഇല്ലാതെയായിപ്പോയി അവിടുത്തെ ബാക്ടീരിയസിന് അതെന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി പ്ലാസ്റ്റിക് പോലെയുള്ള നോൺ ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് മണ്ണിൽ തന്നെ കിടക്കും. ഇപ്പം മണ്ണിലെ ബാക്ടീരിയകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ നശിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്? സോയിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വേസ്റ്റാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ബയോഡിഗ്രേഡബിളും, രണ്ട് നോൺ ബയോഡിഗ്രേഡബിളും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒന്ന് ബയോഡിഗ്രേഡബിൾ പറയുന്നുണ്ട്, നോൺ ബയോഡിഗ്രേഡബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ബോത്ത് 1 and 2. ഇതിൻ്റെ ആൻസർ എന്താണ്? ബോത്ത് 1 and 2. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash is defined as the body's ability to function efficiently and effectively in work and leisure activities, to be healthy, to resist disease and to meet emergency situation. ബോഡിയുടെ എബിലിറ്റി, എന്ത് എബിലിറ്റിനെയാണ് പറയുന്നത്? ബോഡീസ് എബിലിറ്റി ടു ഫങ്ഷൻ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി, നന്നായിട്ട് എഫിഷ്യൻ്റ്ലി എഫക്റ്റീവ്ലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ ലീഷർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റണം, ഹെൽത്തി ആയിട്ടിരിക്കണം, ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യണം, ആൻഡ് മീറ്റ് എമർജൻസി സിറ്റുവേഷൻസ്. ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻസിനെ മീറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ബോഡിക്ക് കപ്പാസിറ്റിയും വേണം. അപ്പോൾ അതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, 4 ഓപ്ഷൻ നോക്കാം. ആദ്യം എന്ന് പറയുന്നത് എയറോബിക് ഫിറ്റ്നസ്. നമ്മൾ എയറോബിക് ഫിറ്റ്നസ് എന്താണെന്ന് അറിയാം. നമ്മൾ എയറോബിക് എക്സസൈസുകളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ എയറോബിക് എക്സസൈസ്? ഈ എയറോബിക് എക്സസൈസ് അറിയാം നമുക്ക്. റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ റിതമിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് എയറോബിക് എക്സസൈസിലൊക്കെ നമ്മൾ പറയുന്നത്. ഇതുകൊണ്ട് എന്താ പ്രയോജനം? നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത്തിനാണ് ഈ എയറോബിക് ഫിറ്റ്നസ് അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് യൂസ് ചെയ്യുക, മസിൽസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. ഇനി മസിൽ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മസിലിൻ്റെ കോൺട്രാക്ഷൻസ് അല്ലേ, മസിൽസിൻ്റെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്നതാണ് മസിൽ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മസിൽസ് സ്ട്രെങ്തൻ ആകും, അതവിടെ കോൺട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസിൽ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. 3ാമത്തെ ഓപ്ഷൻ നോക്കാം നമുക്ക്, മെൻ്റൽ ഫിറ്റ്നസ്. ഈ മെൻ്റൽ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെൻ്റൽ ഫിറ്റ്നസ്. നല്ല ക്ലാരിറ്റിയിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മെൻ്റൽ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി 4ാമത്തെ നോക്കൂ, ഫിസിക്കൽ ഫിറ്റ്നസ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് എന്താ? പ്രോപ്പർ ന്യൂട്രീഷൻസ് വരുന്നുണ്ട്, പ്രോപ്പർ എക്സസൈസുകൾ വരുന്നുണ്ട്, അതേപോലെ പ്രോപ്പറായിട്ടുള്ള
ലീഷർ ടൈം ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രോപ്പർ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോഡിക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു, അതേപോലെ രോഗങ്ങളെ തടയുന്നു, രോഗപ്രതിരോധ ശേഷി കിട്ടുന്നു, നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. എബിലിറ്റി ടു ഫംഗ്ഷൻ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി വർക്ക് ആൻഡ് ലീഷർ ആക്ടിവിറ്റീസ് ടു ബി ഹെൽത്തി, ടു റെസിസ്റ്റ് ഡിസീസ് ആൻഡ് ടു മീറ്റ് എമർജൻസി സിറ്റുവേഷൻ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? അപ്പോൾ നമ്മുടെ 4ാമത്തെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ? താഴെ തന്നിരിക്കുന്നതിൽ പ്രോട്ടീൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കണേ. ഫിഷ്, മീറ്റ്, മിൽക്ക്, ലെമൺ. ഇതിൽ നമുക്കറിയാം ഫിഷ്, മീറ്റ്, മിൽക്ക് ഇതൊക്കെ ഹൈലി പ്രോട്ടീൻ കണ്ടെയ്ൻ ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം എന്താണ്? പ്രോട്ടീൻ ഹൈലി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെമൺ നോക്കൂ. ലെമണിൽ എന്താ ഉള്ളത്? നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, ചെറുപ്പം മുതൽ സിട്രിക് ആസിഡ് അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലെമണിൽ ഏതാണ് ഉള്ളത്? വിറ്റമിൻ ആണ് ഉള്ളത്. എന്താണ്? വിറ്റമിൻ ആണ് ഉള്ളത്, വിറ്റമിൻ സി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലെമൺ ആണ്. ഇനി ഡാഷ് is associated with the spoilage, development of off flavors, deterioration of textures, discoloration and loss of nutritional value. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ സ്പോയിലേജ് എന്ന് പറയുന്നത്. ചില ഫുഡ് കുറേ ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ അടച്ചൊക്കെ വെച്ച് തുറന്ന് വെക്കുകയോ അല്ലെങ്കിൽ അടച്ച് വെക്കുകയോ നനഞ്ഞിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും? അവിടെ ഒരു വൈറ്റ് പൂപ്പൽ വരും അല്ലേ. അപ്പോൾ ആ ഫുഡിൻ്റെ ടെക്സ്ചർ എന്ത് ചെയ്തു? ടെക്സ്ചർ മാറി. ആ ടെക്സ്ചർ മാറുന്നതിനെയാണ്, അങ്ങനെ ഓരോ ടെക്സ്ചേഴ്സ് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലേവേഴ്സ്, അതിൻ്റെ രുചി മാറുക, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് അവിടെ പ്രസൻറ്റ് ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത്? ഓഫ് ഫ്ലേവേഴ്സ് എന്ന് പറയുക. ഡിറ്റീരിയോറേഷൻ ഓഫ് ടെക്സ്ചേഴ്സ്, ആ ടെക്സ്ചർ അതിൻ്റെ ഘടന തന്നെ മാറിപ്പോവുക, അല്ലെങ്കിൽ ഡിസ്കളറേഷൻ, അതിൻ്റെ കളറിൽ ചേഞ്ച് വരിക. ലോസ് ഓഫ് ന്യൂട്രീഷണൽ വാല്യൂ, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്താവുക? ഇല്ലാതെയായി തീരുക. അപ്പം ഈ സംഭവങ്ങൾ മുഴുവനായിട്ട് പറയുന്ന പേര് എന്താണെന്ന്? ഫുഡ് കൺസർവേഷൻ ആയിരിക്കുമോ? ഒരിക്കലല്ല അല്ലേ. ഫുഡ് കൺസർവേഷനിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. ഫുഡ് പ്രിസർവേഷനും ആയിരിക്കില്ല, ഫുഡ് പ്രോസസ്സിങ് ആയിരിക്കില്ല, ഫുഡ് ഡിറ്റീരിയോറേഷൻ ആണ്. ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോയിലേജ് ഉണ്ടാകുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ടാകുന്നു, അൺയൂഷ്വൽ ഫ്ലേവേഴ്സ് ഉണ്ടാകുന്നു, ഡിറ്റീരിയോറേഷൻ ഓഫ് ടെക്സ്ചേഴ്സ് ഉണ്ടാകുന്നു, ഡിസ്കളറേഷൻ ആൻഡ് ലോസ് ഓഫ് ന്യൂട്രീഷണൽ വാല്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് ഡിറ്റീരിയോറേഷനിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഫാസ്റ്റ് ഫുഡ് ഈസ് ഓഫൺ പാക്ഡ് വിത്ത് ഫാറ്റ് ആൻഡ് ഡാഷ്. ഈ ഫാസ്റ്റ് ഫുഡിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമുക്കറിയാം ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ എന്താ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിലൊന്നും എന്തുണ്ടാവുന്നില്ല? അയേൺ ഇല്ല, ന്യൂട്രിയൻസ് ഇല്ല, കാൽസ്യം ഇല്ല, ഇതൊന്നും എന്തിലുണ്ടാവുന്നില്ല? ഈ ഫാസ്റ്റ് ഫുഡിൽ ഉണ്ടാവുന്നില്ല. ഫാസ്റ്റ് ഫുഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? എംപ്റ്റി കാലറീസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എന്താണ് എംപ്റ്റി കാലറീസ്? അപ്പം ഇത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, dash can be visualized as a functional unit of nature where living organisms interact among themselves and also with the surrounding physical environment. നോക്കൂ, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ, ഇതൊരു നേച്ചറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. വേർ ലിവിങ് ഓർഗാനിസം ഇൻട്രാക്ട് എമംഗ് ദംസെൽഫ്. ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്? ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു. അവർക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? പരസ്പരം ആശ്രയിക്കുന്നു. ഓൾസോ വിത്ത് ദ സറൗണ്ടിങ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. അതുപോലെ അവരെന്ത് ചെയ്യുന്നു? പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുന്നു, പ്രകൃതിയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ തൊട്ട് കേൾക്കുന്നതാണ് എക്കോസിസ്റ്റം അല്ലെ. എക്കോസിസ്റ്റത്തിലെ ഓരോ ജീവികളും എന്ത് ചെയ്യുന്നു? പരസ്പരം ആശ്രയിക്കുന്നു. അവർക്ക് ഫുഡിനായിക്കോട്ടെ ഷെൽട്ടറിനായിക്കോട്ടെ എന്തിനെ ആശ്രയിക്കുന്നു? സറൗണ്ടിങ്സിനെയും ആശ്രയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എക്കോസിസ്റ്റം. ഇനി കൗ ഡങ് ഈസ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ആസ് എ ഡാഷ്. എന്തായിട്ടാണ് കൗ ഡങ്? ചാണകം എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ചെടികൾക്കൊക്കെ വളമായിട്ട് മാനുവറായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? കൗ ഡങ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. കൗ ഡങ്ങിൽ നമുക്ക് ഒരുപാട് ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇത്? കൗ ഡങ് ഈസ് യൂസ്ഡ് ആസ് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ടാണ് കൗ ഡങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ. ഓക്കെ, ഇനി 15th ക്വസ്റ്റ്യൻ നോക്കാം. Plants that do not have well differentiated body design fall in this group. The plant in this group are commonly called algae. The group is dash. ഇതിൽ പറയുന്നത് കുറച്ച് ഗ്രൂപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പ്ലാന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലാന്റ്സിൽ ഏതോ ഒന്ന് ആൽഗി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതേപോലെ ഇവയിൽ ഏതോ ഒന്നിൽ എന്തില്ല? വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബോഡി ഡിസൈൻ ഇല്ല.
അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ജിംനോസ്പേം എന്താണെന്ന് പറയാം. നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ കേട്ട് പരിചയം ഉണ്ടാകും. ഒന്ന് ആൻജിയോസ്പേംസും ജിംനോസ്പേംസും. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവറിങ് പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൻജിയോസ്പേംസ് എന്ന് പറയാം. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് ആകുമ്പോൾ തന്നെ അതിന് എന്തുണ്ടാകും? സീഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ഓവറി ഉണ്ടാകും. ഈ ഓവറി എങ്ങനെയായിരിക്കും? എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഈ എൻക്ലോസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഓവറീസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അതിനെ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ജിംനോസ്പേം. ഈ ജിംനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? നേക്കഡ് എന്നാണ് ഇതിൻ്റെ ജിംനോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താ? സീഡ്. അപ്പോൾ നേക്കഡ് സീഡ്. അപ്പോൾ ഇവരുടെ സീഡ് എങ്ങനെയായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതങ്ങനെ എൻക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല. ആ സീഡ് എന്ത് ചെയ്തിട്ടില്ല? എൻക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയ ഷ്രബ്സ് ഒക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ്. ഒരു പാം ഷേപ്പ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ജിംനോസ്പേംസിൽ കാര്യമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കൂ, ടെൻഡോഫൈറ്റ്സ്. ടെൻഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മതിലിലൊക്കെ കാണാറില്ലേ? ഫേൺസ് ഒക്കെ ഒരു കേൾ ഷേപ്പിൽ അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പിലായിട്ട് വരുന്ന ചെടികളാണ് ടെൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, താലോഫൈറ്റ്സ്. ഈ താലോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജസ്റ്റ് ഒരു ലീഫ് പോലെ. അതിന് പ്രത്യേകിച്ച് എന്തില്ല? പ്രത്യേകിച്ച് ഒരു ഡിസൈൻ അതിൻ്റെ അകത്ത് ഇല്ല. ജസ്റ്റ് എന്താ പറയുന്നത്? ഒരു ലീഫ് പോലെ, ലീഫ് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുക. അപ്പം അത് ഒരു ആൽഗയാണ്. ഇതിന് പ്രത്യേകമായിട്ടൊരു ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ ചെറിയ നമ്മൾ മതിലിൻ്റെ മുകളിലും അല്ലെങ്കിൽ ചില മരങ്ങളുടെയൊക്കെ. ഇനി ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ചെറിയ മരങ്ങളുടെയൊക്കെ മുകളിൽ പായൽ പോലെ വരുന്നത്, കുറച്ചും കൂടി ഈ താലോഫൈറ്റ്സിനേക്കാൾ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷീസാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അവയ്ക്ക് റൂട്ട് സ്ട്രക്ചർ ഉണ്ടാകും, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും, അല്ലെങ്കിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും, ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിൽ പ്രത്യേകമായിട്ടൊരു ഷേപ്പ് ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് താലോഫൈറ്റ്. ഇതെന്താണ്? ഒരു ആൽഗ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? താലോഫൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 of the following 4 are examples of Mammalia and therefore from a group which is the one that does not belong to that group. ഇതിൽ മമാലിയയിൽ പെടുന്ന ഗ്രൂപ്പുകളാണ്, കുറച്ച് ജീവിവർഗ്ഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. ഇതിൽ ഏതോ ഒന്ന് കൂട്ടത്തിൽ പെടുന്നില്ല. ഏതാണ് ചോദിക്കുന്നത്? അപ്പോൾ എന്താണ് ഈ മാമാലിയ എന്ന് പറഞ്ഞാൽ? മാമൽസ് ഉൾപ്പെടുന്നതിനാണ് മാമാലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാമൽസിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല, അവർ വളർത്തിയെടുക്കും. അവർക്ക് മാമറി ഗ്ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവർ മിൽക്ക് ചെയ്ത് ഫീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളെ വളർത്തിയെടുക്കുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്നതാണ് മാമൽസ് എന്ന് പറയുന്നത്. അവർക്ക് എന്തായിരിക്കും? വാം ബ്ലഡ് ആയിരിക്കും. അവരുടെ ബോഡി എന്ന് പറയുന്നത് വാം ബ്ലഡ് ആയിരിക്കും. അതുപോലെ ബോഡി ഹെയർസ് കാണപ്പെടുന്നു. ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും. വെർട്ടിബ്രേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, പ്ലാറ്റിപ്പസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഓഫ് സ്പ്രിങ്ങിനെ വളർത്തിയെടുക്കുന്നുണ്ട്. അതേപോലെ കങ്കാരു നമുക്കറിയാം, അതിൻ്റെ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി ഫ്ലൈയിങ് ഫോക്സ്, പക്ഷികളിൽ തന്നെ ഏറ്റവും വലിയ സസ്തനി, പക്ഷികളിലെ ഒരേ ഒരു സസ്തനി എന്നൊക്കെ അറിയപ്പെടുന്നത് ബാറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സ് ആണ്. അപ്പം ഇതെന്താണ്? ഇതും മാമലിയയിൽ പെടുന്നതാണ്. ഇനി പെൻഗ്വിൻ എന്ന് പറയുന്നത് ഒരു ബേർഡാണ്. അതൊരു ആംഫീബിയനായിട്ടും കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മാമലായിട്ടും കണക്കാക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പെൻഗ്വിനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, excessive use of synthetic fertilizer leads to ഈ excessive use of synthetic fertilizers നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ദോഷം ഉണ്ടാകുന്നത്? ക്ലീൻ ആൻഡ് പ്യുവർ എൻവയോൺമെൻറ്റ്. എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തായാലും ക്ലീൻ ആൻഡ് പ്യുവർ എൻവയോൺമെൻറ്റ് അല്ല. ഓപ്ഷൻ 1 അല്ല. നോയ്സ് പൊല്യൂഷൻ അല്ല ഇതിലുണ്ടാകുന്നത്. ഇൻക്രീസ് ഇൻ സോയിൽ ഓർഗാനിക് മാറ്റർ. സോയിലിലെ ഓർഗാനിക് മാറ്റേഴ്സിനെ എക്സസീവായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്റേഴ്സ് വരെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ അല്ല. നാലാമത്തെ നോക്കൂ, സോയിൽ ഡീഗ്രേഡേഷൻ. സോയിലിലെ ഓർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ നശിച്ചു തുടങ്ങും. അതിനെയാണ് സോയിൽ ഡീഗ്രേഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സോയിൽ ഡീഗ്രേഡേഷൻ. Okay, next question നോക്കാം. The base of the ecological pyramid is usually broad and it narrow towards the dash. നമുക്കറിയാം ഇക്കോളജിക്കൽ പിരമിഡ് ഉണ്ടാകും. ഇതാണ് പിരമിഡുകൾ ഉണ്ടാവുക. ഓരോ ട്രോപ്പിക് ലെവലുകൾ ഉണ്ടാകും. ഈ ലെവലിൽ ഇവിടെ പറയുന്നതാണ് ബേസിക് ലെവലിലായിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് ബേസ് ഉണ്ടാവുക. ഇത് നാരോ ടുവേർഡ്സ് എങ്ങോട്ടാണ്? മുകളിലേക്കാണല്ലേ. അപ്പോൾ ഈ ഭാഗത്തിനെ പറയുന്നത് എന്താണ്? അപ്പെക്സ്. അപ്പം എവിടേക്കാണ് നാരോ ചെയ്യുന്നത്? ഇത് അപ്പെക്സിലേക്കാണ് നാരോ ചെയ്യുന്നത്. മനസ്സിലായിട്ടില്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
How is the distribution of species done in stratification? ഈ സ്ട്രാറ്റിഫിക്കേഷൻ, സ്പീഷീസ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്പീഷീസ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ സ്പീഷീസിനെ അവരുടെ ഹാബിറ്റാറ്റിൻ്റെ അനുസൃതത്തിൽ നമ്മളിത് വേർതിരിച്ചിട്ടുണ്ട്. വേർതിരിക്കല്ല, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അവരുടെ ഹാബിറ്റാറ്റിനെ. അപ്പോൾ ആ ഹാബിറ്റാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ, ഏത് ഷേപ്പിലാണ് ഇവർ ഡ്രോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം വലിയ വലിയ മരങ്ങളൊക്കെ നോക്കും. എൻവയോൺമെൻറ്റിൽ ആദ്യം കുറച്ച്, ഞാനിവിടെ ഒരു പിക്ചർ ഡ്രോ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു പിക്ചർ ഡ്രോ ചെയ്യാം. ആദ്യം വലിയ വലിയ മരങ്ങളൊക്കെ നോക്കും. പിന്നെ അതിന് താഴെ ചെറിയ ഷ്രബ്സ്, കാടുകളൊക്കെ നോക്കും. പിന്നെ ഹെർബ്സിനെ നോക്കും, ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ചെറിയ പ്ലാന്റുകളെ നോക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാകും? ഗ്രാസ് ഉണ്ടാകും. ഈ ഒരു ലെവലിലാണ് എന്തുണ്ടാകുന്നത്? ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. എങ്ങനെ? സ്പീഷീസ് സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നത്. അപ്പം ഈ ഒരു ലെവലിന് പറയുന്ന പേരാണ് വേർട്ടിക്കൽ. എന്താണ് പറയുന്നത്? വേർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഈ ഒരു ലെവൽ കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഓക്കെ, എങ്ങനെയാണ് ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഏതൊരു ഏരിയയിലാണ് അവർ വസിക്കുന്നത്? അവരുടെ ഹാബിറ്റാറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ് വേണ്ടി വരുന്നത്? അതേപോലെ ഏത് ലെവലിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവുക, ഫുഡിന് വേണ്ടിയിട്ടുള്ളതായിക്കോട്ടെ, എല്ലാത്തിനുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളും ഒക്കെ എവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പീഷീസ് സ്ട്രാറ്റിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏതാണ്, ഏത് രീതിയിലാണ് അവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒരു വെർട്ടിക്കൽ ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? വെർട്ടിക്കലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്പെസിഫിക് പ്ലേസ് ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ആസ്. നോക്കൂ, ഫുഡ് ചെയിൻ എടുക്കുകയാണല്ലേ. ഫുഡ് ചെയിൻ എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പിരമിഡ് പോലെ വരയ്ക്കാം. അപ്പോൾ എന്താകും? ഓരോ ലെവൽ ഉണ്ട് അല്ലേ. ഈ ലെവലിന് പറയുന്നൊരു പേരുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ട്രോപ്പിക് ലെവൽ. ഇപ്പോൾ ഫുഡ് ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളിങ്ങനെ ആരോ ഇട്ട് ഫ്ലോ ചാർട്ട് ഇട്ട് പോകും. അപ്പോൾ എന്താ പറയുന്നത്? ഓരോ ലെവലിനെയും ഫസ്റ്റ് പ്ലാന്റ്സുകൾ വരുന്നു, പിന്നെ അവയെ ഭക്ഷിക്കുന്നവ വരുന്നു, അങ്ങനെ ഓരോരോ ലെവലിലേക്ക് പോകുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഓരോ ട്രോപ്പിക് ലെവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ട്രോപ്പിക് ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റമിൻ സി ഈസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. എന്താണ്? വൈറ്റമിൻ സി ഈസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ മോളിസ്ക? മോളിസ്ക എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ മോളിസ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഈ മോളിസ്ക എന്ന് പറയുന്ന ജീവിവർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. അതിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാകും? ഫസ്റ്റ് അതൊരു ഹെഡ് ഉണ്ടാകും, പിന്നെ ഒരു വെസിക്കിൾ മാസ് ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞ് അവയ്ക്ക് മസ്കുലാർ ആയിട്ടുള്ള ലെഗ്സ് ഉണ്ടാകും, പിന്നെ മാൻഡിൽസ് ഉണ്ടാകും. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ജീവി വിഭാഗങ്ങളെയാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നത്? മൊളിസ്കയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെ സ്നെയിലൊക്കെ ഇല്ലേ, ഒച്ചൊക്കെ എന്താണ്? ഈ മൊളിസ്ക വിഭാഗത്തിലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ടേർട്ടിൽ എങ്ങനെയാണ്? വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഈ 4 കണ്ടീഷൻസും അനുസരിച്ചിട്ടുള്ള ബോഡി ടേർട്ടിലിനില്ല. അപ്പോൾ എന്താണ്? ഇതൊരു മൊളിസ്ക ഗ്രൂപ്പിൽ വരുന്നില്ല. ഇനി മസ്ക എന്ന് പറയുന്നത് നമ്മുടെ ഈച്ചയൊക്കെ ഇല്ലേ, ഈച്ചയുടെ വിഭാഗത്തിൽ വരുന്ന ഒരു ജീവിയാണ് മസ്ക എന്ന് പറയുന്നത്. മസ്കയ്ക്കും ഈ പറഞ്ഞ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയോ വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഈ 4 ഭാഗങ്ങളോ ഇല്ല. സ്റ്റിംഗ് റേ എന്ന് പറയുന്നത് ഒരു ഫിഷാണ്. ഷാർക്ക് ഇനങ്ങളിൽ പെടുന്ന ഒരു ഫിഷാണ് സ്റ്റിംഗ് റേ എന്ന് പറയുന്നത്. അതും എന്തല്ല? മൊളിസ്ക അല്ല. ഇനി ഒക്ടോപ്പസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഒക്ടോപ്പസ് ആണ് ഇതിൽ വരുന്നത്. ഒക്ടോപ്പസിൽ എന്തൊക്കെയുണ്ട്? ഒരു ഹെഡ് ഉണ്ട്, അതേപോലെ ഒരു വെസിക്കൽ ആയിട്ടുള്ള ഒരു മാസ്, ഒരു ഫ്ലഷ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു മസ്കുലാർ ആയിട്ടുള്ള ലെഗ്സുകളുണ്ട്, അതേപോലെ അതിനെന്തുണ്ട്? മാൻഡിൽസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഒക്ടോപ്പസ്. ഇനി സൈക്ലോസ്റ്റോംസ് ആർ ജോലെസ് ഡാഷ്. എന്താണ് ഈ സൈക്ലോസ്റ്റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സൈക്ലോസ്റ്റോം എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം ഫിഷ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ്. ഒരു തരം ഫിഷിൻ്റെ സ്ട്രക്ചറാണ് അവർക്ക്. അവരൊരു വേർട്ടിബ്രേറ്റ് ആണ്. അതേപോലെ അവർക്ക് എന്താണ്? മൗത്തിൻ്റെ ക്യാവിറ്റി മാത്രമേ ഉള്ളൂ. ഈ ഒരു ജോ എന്ന് പറയുന്ന ഒരു ഭാഗം അവർക്കില്ല. അപ്പോൾ ഈ സൈക്ലോസ്റ്റോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വേർട്ടിബ്രേറ്റ് ആണ്. എന്താണ്? വേർട്ടിബ്രേറ്റ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് സെൽ
ഷേപ്ഡ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇതിൽ ഏത് രണ്ട് സെല്ലുകൾ കൊടുത്തിട്ടുണ്ട്, റെഡ് ബ്ലഡ് സെൽസും കൊടുത്തിട്ടുണ്ട്, മസിൽ സെൽസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റെഡ് ബ്ലഡ് സെൽസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പെരിക്കലായിട്ട് ഇങ്ങനെ കുറച്ച് റൗണ്ട്സിൽ കാണുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ RBC എന്ന് പറയുന്നത് അല്ലേ. RBCൻ്റെ ഫംഗ്ഷൻ എന്താ? ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ റെഡ് ബ്ലഡ് സെൽസുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പെരിക്കലാണ്. ഇനി മസിൽ സെല്ല് നോക്കാം. മസിൽ സെൽസ് ഓരോ മസിൽസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? സ്പിൻഡിൽ ഷേപ്പിലാണ് എന്തുണ്ടാവുന്നത്? മസിൽ സെൽസ് കാണപ്പെടുന്നത് സ്പിൻഡിൽ ഷേപ്പിൽ അല്ലേ. ഇങ്ങനെ അടുക്കിയാണ് കാണപ്പെടുക. അപ്പം നോക്കൂ, റെഡ് ബ്ലഡ് സെൽസ് അതെന്താണ്? സ്പെരിക്കൽ ഷേപ്പിൽ, അത് കറക്റ്റാണ്. മസിൽ സെൽസ് അതെന്താണ്? സ്പിൻഡിൽ ഷേപ്പിൽ, അതും കറക്റ്റാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താ വരിക? ബോത്ത് 1 and 2. ഇനി the mode of nutrition in which organism take in nutrients from dead and decaying matter is called dash nutrients. നോക്കൂ, 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മോണോട്രോപ്പിക്, സാപ്രോട്രോഫിക്, ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്. ഇത് എന്താണെന്നാണ് ചോദിക്കുന്നത്. മോണോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? മോണോട്രോപ്പാന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മോണോട്രോപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. എന്തിന് യൂസ് ചെയ്യുന്നു? മറ്റുള്ള ചെടികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പം മോണോട്രോപ്പ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇനി സാപ്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡീക്കേ ചെയ്യുന്ന, ജീർണിച്ച് തുടങ്ങുന്ന വസ്തുക്കളിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുക? ഫുഡ് എടുക്കുക. ഇവർക്ക് ഫുഡിന് എന്തുണ്ടാവില്ല? ക്ലോറോഫിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല? സ്വന്തമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ ചീഞ്ഞ് വരുന്ന വസ്തുക്കളിൽ നിന്നും, ഡീകമ്പോസിഷൻ ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നും, ഡീക്കേ ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നും, ശവങ്ങളിൽ നിന്നൊക്കെയാണ് എന്തുണ്ടാവുന്നത്? ഈ സാപ്രോട്രോഫിക് ആയിട്ടുള്ള സ്പീഷ്യസ് ഫുഡ് എടുക്കുന്നത്. അങ്ങനെ ഫുഡ് എടുക്കുന്നത് പ്രോസസ്സിന് പറയുന്ന പേരാണ് സാപ്രോട്രോഫിക് എന്ന് പറയുന്നത്. ഇനി ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? അവരിൽ ക്ലോറോഫിൽ ഉണ്ടാകും. അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം സിന്തസൈസ് ചെയ്ത് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് അവരാവശ്യത്തിനുള്ള ഫുഡ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുന്നുണ്ട്. അത്തരം പ്ലാന്റ്സിനെയും അത്തരം തരം ന്യൂട്രീഷൻസിനെയും പറയുന്ന പേരാണ് ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ നോക്കൂ, ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡിന് വേണ്ടിയിട്ട് വേറെ ചെടികളെ, അവർക്കും എന്തുണ്ടാവില്ല? ക്ലോറോഫിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നില്ല. മറ്റുള്ള ചെടികളിൽ നിന്നൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അവർ ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പോൾ പടർന്നു കയറുന്ന ചെടികളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ എന്താ ചെയ്യുന്നത്? അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ചെടികളിൽ നിന്ന് അവർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് ഇവരെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നു. ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നു. അപ്പം ഡീക്കേ ചെയ്യുന്ന മാറ്റേഴ്സിൽ നിന്ന് ഫുഡ് എടുക്കുന്ന ന്യൂട്രിയൻസിന് നമ്മൾ പറയുന്ന പേരെന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, സാപ്രോട്രോഫിക്. ഈ സാപ്രോട്രോഫിക് ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 3 of the following 4 are examples of coelenterate phylum and therefore from a group which is the one that does not belong to that group. അപ്പോൾ coelenterate ഗ്രൂപ്പിൽ നിന്ന് ഉള്ള ഏതാണ്? ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 of the following 4 are examples of coelenterate phylum and therefore from a group which is the one that does not belong to that group. താഴെ കൊടുത്തിരിക്കുന്നതിൽ coelenterate ഫൈലത്തിലുള്ളതാണ്. അതിലില്ലാത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈ coelenterate എന്ന് പറഞ്ഞാൽ എന്താ? coelenterate ഫൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്വാട്ടിക് അല്ലെങ്കിൽ മറൈൻ ആയിട്ടുള്ള കുറച്ച് സ്പീഷീസ് ആണ് coelenterate ഫൈലത്തിൽ വരുന്നത്. നമുക്ക് ഇങ്ങനെ പാറകളിലൊക്കെ പറ്റി പിടിച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഡീപ്പ് സീൻ്റെ ഉള്ളിലിരിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് സ്പീഷീസ് ആണ് coelenterate ഫൈലത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. സീപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ചില അക്വാട്ടിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റേഷൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പം അതിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ലീവ്സ് പോലെ പാറയുടെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന കുറച്ച് സ്പീഷീസിനെ കാണും. അതിനെയാണ് പറയുന്നത് സീപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഫൈലം coelenterate വരുന്നുണ്ട്. ഇനി 2ാമത്തെ നോക്കൂ, ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ മാമൽസ് ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന, ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരു പാരസൈറ്റ് ആണ് ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ നോക്കൂ, ബ്രെയിൻ കോറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വാട്ടിക് ഫ്ലൂയിഡ്സിലും അല്ലെങ്കിൽ മറൈൻ ആയിട്ടുള്ള ഡീപ് സീയിലൊക്കെ എന്തുണ്ടാവുന്നു? ബ്രെയിൻ കോറൽ ഉണ്ടാവുന്നു. ഒരു ബ്രെയിൻ ഷേപ്പിൽ തന്നെ ചെറിയ കോറൽസ് ഒക്കെ പോലെ ഇവിടെ ഇങ്ങനെ പാറകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ബ്രെയിൻ കോറൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സി ആനിമോൺ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ്. ഇതും എവിടെയാണ് കാണപ്പെടുന്നത്? ഡീപ്പ് സീയിലും പാറകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് സി ആനിമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലിവർ ഫ്ലൂക്ക് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഒരു പാരസൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ലിവർ ഫ്ലൂക്ക്. ഇനി നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
മോസ് ആൻഡ് മർക്കാൻഡിയ കംസ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഈ മോസ് ആൻഡ് മർക്കാൻഡിയ, എന്താണ് ഈ മോസ് ആൻഡ് മർക്കാൻഡിയ? നമ്മൾ ഈ മതിലിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ ഇലകൾ പോലെ കാണാറില്ലേ, പൂപ്പലുകൾ പോലെയൊക്കെ കാണപ്പെടുന്ന ചെടികളാണ് മോസ് ആൻഡ് മർക്കാൻഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത്? ഒരു ആൽഗെ എന്ന് പറയുന്നുണ്ട്, ജിംനോസ്പേംസ് എന്ന് പറയുന്നുണ്ട്, ടെൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്, ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ എന്താണ്, ചെറിയ ഇലകളാണ് അല്ലേ, ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പം അതിന് പ്രത്യേകമായിട്ട് വേറൊരു ഷേപ്പോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമുക്കറിയാം ജിംനോസ്പേംസ് എന്ന ഷ്രബ്സ് ഒക്കെ ജിംനോസ്പേംസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ്, ഒരു ജിംനോസ്പേമ അല്ല, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഒരു ആൽഗെ അല്ല, ടെൻഡോഫൈറ്റ്സ് ഞാൻ പറഞ്ഞു ഫേണൊക്കെ പോലെയുള്ള ഒരു സ്പിൻഡിൽ ഷേപ്പ് അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പ്, കേൾ ഷേപ്പിലാണ് ടെൻഡോഫൈറ്റ്സ് ഒക്കെ വരുന്നത്. നോക്കൂ, ബ്രയോഫൈറ്റ്സ്. ഈ ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ തലോഫൈറ്റ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തലോഫൈറ്റിൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. ഈ താലോഫൈറ്റിനേക്കാളും കുറച്ചും കൂടി ചെറിയൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് എന്തിൽ വരുന്നത്? ബ്രയോഫൈറ്റിൽ വരുന്നത്. അതിലൊരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ വരും, അല്ലെങ്കിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ വരും, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെയാണ് എന്ത് പറയുന്നത്? ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ മോസ് ആൻഡ് മർക്കാൻഡിയ വരുന്നത് ഏതിലാണ്? ബ്രയോഫൈറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ബ്രയോഫൈറ്റ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ ജി ഡിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2 വീഡിയോസിലായിട്ട് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്, നമ്മുടെ ബയോളജീൻ്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ബയോളജി നന്നായിട്ട് പഠിക്കുക. ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ SCERT ആയിക്കോട്ടെ NCERT ആയിക്കോട്ടെ, ഇപ്പോൾ ഏതെങ്കിലും പുസ്തകം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വായിക്കുക. ആ ബയോളജിയിലെ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ച ടോപ്പിക്സ് തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യുക, പഠിക്കുക. നല്ല ഒരു വിജയം കരസ്ഥമാക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.